നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, രണ്ട് തരം ധ്യാനങ്ങൾ പൊതുവായി പറയപ്പെടാറുണ്ട്. ഒന്നുകിൽ സവികൽപ്പം, നിർവികൽപ്പം, അല്ലെങ്കിൽ സഗുണം, നിർഗുണം, അല്ലെങ്കിൽ വിത്ത് ഫോം, വിത്തൗട്ട് ഫോം, വിത്ത് ഒബ്ജക്റ്റ്, വിത്തൗട്ട് ഒബ്ജക്റ്റ് എന്നൊക്കെ രീതിയിലുള്ള രണ്ട് തരം ധ്യാനങ്ങളെക്കുറിച്ച് പൊതുവെ പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പലരും ഉന്നയിച്ച ഒരു ചോദ്യം, ഈ ധ്യാനങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അതിൽ ഏതാണ് കൂടുതൽ അഭികാമ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനകരം എന്നൊന്ന് വിശകലനം ചെയ്യാൻ സാധിക്കുമോ? ധ്യാനിക്കുന്നത് സഗുണ ധ്യാനമാണോ വേണ്ടത്, നിർഗുണ ധ്യാനമാണോ വേണ്ടത് എന്നൊരു സംശയം ചിലർ ഉന്നയിച്ച് കണ്ടു. സഗുണധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂർത്തിയെ മനസ്സിൽ ധ്യാനിക്കുന്നതിനെയാണ്. നിർഗുണധ്യാനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഊർജമായ പരമാത്മാവിനെ ധ്യാനിക്കുന്നതാണ്. ആദ്യത്തേത് സ്വരൂപ ധ്യാനം എന്നും കൂടി പറയും, രണ്ടാമത്തേത് നിരൂപധ്യാനം എന്നും പറയും. ഇത് രണ്ടും കൂടി കുറച്ചൊരു വ്യത്യാസമുണ്ട്. ധ്യാനിക്കാനൊരു വിഷയം, ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഒരു ബിംബം ഉണ്ടെങ്കിൽ ധ്യാനം കുറച്ചുകൂടി എളുപ്പമാണ്. ഗീതയിൽ അത് വ്യക്തമായി തന്നെ വ്യാസമഹർഷി പറയുന്നുണ്ട്. ക്ലേശോ അധികരസ്തേഷാം അവ്യക്ത ആസക്ത ചേതസാം എന്നുണ്ട്. അതായത് അവ്യക്തത്തെ ധ്യാനിക്കുന്നത് കൂടുതൽ ക്ലേശകരമാണ് എന്ന്. അവ്യക്തായി ഗതിർ ദുഃഖം എന്നും കൂടി പറയുന്നുണ്ട്. സങ്കടമാണ് അവിടെ എത്തിപ്പെടാൻ എന്നാണ് സൂചന. അപ്പോൾ എന്തിനാണ് അവ്യക്തത്തെ ധ്യാനിക്കാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ആത്യന്തികമായി എത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് യാത്രയുടെ ലക്ഷ്യം തന്നെ അതായി കണ്ടാൽ കുറച്ച് ശ്രമം ആണെങ്കിലും കൂടുതൽ ഫലപ്രദമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവ്യക്തത്തെ ധ്യാനിക്കാനായിട്ട് തുടങ്ങുന്നത്. അമ്പലത്തിലൊക്കെ പോയിട്ട് നമുക്ക് കണ്ട് പഴകി ശീലമുള്ള, നമ്മൾ മനസ്സുകൊണ്ട് സ്വയം അർപ്പിച്ചിട്ടുള്ള ഒരു ബിംബത്തെ നമുക്ക് ധ്യാനിക്കാം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ അങ്ങനെ ധ്യാനിക്കുമ്പോഴും നമ്മൾ ധ്യാനിക്കുന്ന വസ്തുവും നമ്മളും വേറെ വേറെയാണ് എന്നുള്ളതാണ്. പക്ഷേ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള കഴിവ് കൂടുതലാവാനും വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാനുമൊക്കെ ഇത് ധാരാളമാണ്. എങ്കിലും ഞാൻ ധ്യാനിക്കുന്ന വസ്തുവും അല്ലെങ്കിൽ ലക്ഷ്യവും വേറെ വേറെയാണ് എന്ന് വരുമ്പോൾ താതാത്മ്യത്തിന് ഇടയിൽ ഒരു ചെറിയ തടസ്സം ഉണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ നിർഗുണധ്യാനമാണ് നടത്തുന്നതെങ്കിൽ ആ തടസ്സമില്ല. തുടക്കം മുതൽക്കേ നമ്മൾ ധ്യാന വിഷയവുമായി ഏകീഭവിച്ച് തുടങ്ങുന്ന ഒരവസ്ഥയിലാണ്. ഈ ക്ലേശം അധികമാണ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലഘൂകരിക്കാനൊരു മാർഗമുള്ളത്, അത് മുത്തച്ഛൻ പറഞ്ഞു തന്നതാണ്. നമ്മുടെ ഉള്ളിലെ കാഴ്ചയുടെ വിസ്താരം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വളരെ കുറച്ച് സ്ഥലമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ളതിൻ്റെ പരിധി ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ ദേശം, നമ്മുടെ ഭൂമി, അങ്ങനെ അങ്ങനെ അതിന് പരിമിതികളുണ്ട്. പുറത്തോട്ട് പോകും തോറും ഈ പരിമിതികൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം. തന്നെയല്ല, നമ്മൾ മനസ്സിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കും തോറും അതിലെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങുകയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് 1 എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു പെൻസില്, ഒരു പേന വ്യക്തമായിട്ട് നമുക്ക് കാണാം മനസ്സിൽ. 2 എന്ന് പറഞ്ഞാൽ 2 പേന, അത് നമുക്ക് വ്യക്തമായിട്ട് വേറെ വേറെ കാണാം. 3 പേന, 4 പേന
കഷ്ടി 5 പേന വരെ വേർതിരിച്ച് പ്രത്യേകതകളോടുകൂടി നമുക്ക് കാണാം. 5 തരം പേനയാണെങ്കിൽ 5 തരം പേനയും നമുക്ക് വേറെ ആയിട്ട് കാണാം. പക്ഷേ ഒരു 10 തരം പേനയോ 100 തരം പേനയോ ആകുമ്പോഴേക്കും ഈ പേനയുടെ ഭേദങ്ങളൊക്കെ നമ്മൾ മറന്നു തുടങ്ങും. നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ റെസൊല്യൂഷൻ, കാഴ്ചയുടെ റെസൊല്യൂഷൻ നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പോൾ ഒരു 1000 പേന 10,000 പേന എന്നൊക്കെ പറയുമ്പോഴേക്കും കുറേ എണ്ണം എന്നല്ലാതെ, കുറേ പേനകൾ എന്നല്ലാതെ നമുക്ക് വ്യക്തമായി ഒന്നിനെയും കാണാൻ കഴിയാതെ വരും. അതും കഴിഞ്ഞിട്ട് കുറേ പേനകളും പിന്നെ കുറേ മറ്റു തരത്തിലുള്ള എഴുത്തുപകരണങ്ങളും കുറേ എഴുത്താണികളും അങ്ങനെ അതിൻ്റെ കൂടെ ലോകത്ത് മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടി ഒന്നിച്ച് ഒരു വലിയ സംഘാതമായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലൊന്നും തന്നെ വ്യക്തമായി തിരിച്ചറിവോടെ കാണാൻ കഴിയാത്ത സ്ഥിതി വരും. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനൊരു എളുപ്പമാർഗം ഒന്നിനെയും പ്രത്യേകിച്ച് കാണാതിരിക്കലാണ്. ഒന്നിനെയും കാണാതിരുന്നു കൊണ്ട് നമ്മൾ ഈ മനസ്സിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ്. തുടങ്ങുമ്പോൾ നമ്മൾ കാണും, ഇതാ നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ആകാശം, നമ്മുടെ ഭൂമി ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളതൊക്കെ കാണുന്നുണ്ട്. ഈ വിസ്തീർണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭൂഗോളം, അത് കഴിഞ്ഞാൽ നമ്മുടെ സൗരമണ്ഡലം, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷീരപഥം എന്ന പ്രാദേശിക നക്ഷത്ര കൂട്ടം, അത് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കൂട്ടത്തിൻ്റെയും കൂട്ടം, അങ്ങനെ ഇത് വലുതായി 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 പോയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സ്ഥലി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. എനിക്കതിനൊരു എളുപ്പം കൂടെ കിട്ടി. ഞാൻ ഈ കൊടൈക്കനാൽ ഒബ്സർവേറ്ററി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന 18 ഇഞ്ച് ഭാവനഗർ ടെലിസ്കോപ്പിലൂടെ രാത്രിയിൽ ആകാശം കണ്ടപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, വിസ്തീർണത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നത് പണ്ട് കൂടുതൽ ഉറച്ചു കിട്ടി എന്ന് മാത്രമല്ല, അതുവരെയും അതിൻ്റെ അപ്പുറത്തേക്കും പോകാനുള്ള ഒരു വഴി കണ്ടുകിട്ടുക കൂടി ചെയ്തു. മനസ്സുകൊണ്ട് വലിയ വലിയ ദൂരദർശിനികൾ സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൾവലിപ്പം വലുതായി 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 കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയൊരു പ്രപഞ്ചത്തെ നമ്മൾ ഉള്ളിൽ ഒതുക്കുമ്പോൾ നമുക്ക് രസകരമായ ഒരനുഭൂതി ഉണ്ടാവും. എന്താണെന്നറിയോ? ഈ ചെറിയ മനുഷ്യരായ നമ്മൾ വളരെ വലിയ ആളുകളാവും. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ചു വരുന്തോറും നമ്മുടെ ഭൗതികമായ അസ്തിത്വം ചെറുതായി വരും. അനേക കോടാനുകോടി വിസ്തീർണമുള്ള ഈ പ്രപഞ്ചത്തിൽ ഈ 5 അടി 5.25 അടി അല്ലെങ്കിൽ 6 അടി അല്ലെങ്കിൽ 6.5 അടി, ഗാൾബ്രൈറ്റ് ആണെങ്കിൽ 7 അടി എന്ന് വെച്ചോളൂ, അത്രയൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ വലിപ്പം താരതമ്യേന എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു മൺതരി കടുകുമണി അല്ലെങ്കിൽ ഒരു മ്യൂൺ എന്ന് പറയുന്ന അണുകണം താരതമ്യേന അതിനേക്കാളൊക്കെ ചെറുതായിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മുടെ കാഴ്ച വലുതാകും തോറും നമ്മൾ ചെറുതായി 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 വരും. വളരെയേറെ വിനയം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് വലിപ്പം വർദ്ധിച്ചു കൊണ്ടേ വരും. അതെങ്ങനെയാണെന്നറിയോ? ഇത്ര വലിയൊരു പ്രപഞ്ചത്തെ നമ്മുടെ ഉള്ളിൽ കാണാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ അത്രയും വലുതാണ്ടേ. അപ്പോൾ നമുക്ക് ധ്യാനം പുരോഗമിക്കും തോറും നമുക്ക് ഒരു ചെറു വലിപ്പം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാറ്, അത് നമുക്ക് കിട്ടും. ഈ ചെറു വലിപ്പം ഒരു ചെറിയ സംഗതിയല്ല, വലിയ സംഗതി തന്നെയാണ്. ഈ ചെറു വലിപ്പം കൈവന്ന് കഴിയുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കാനും നിലനിർത്താനും കൈകാര്യം ചെയ്യാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു നക്ഷത്ര കദംബത്തെ മുഴുവൻ നമ്മുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ കഥയെക്കുറിച്ച് ചിന്തിക്കാൻ, അതിൻ്റെ വർത്തമാന ഭൂത ഭാവികളെക്കുറിച്ച് ആലോചിക്കാൻ ഒരു പ്രയാസവും വരില്ല എന്നർത്ഥം. അമ്പരക്കില്ല, പേടിക്കില്ല, നമുക്ക് ഭയം തോന്നില്ല. ഒരു വിശ്വരൂപം കണ്ടാലും പിന്നെ നമുക്ക് ഭയം വരില്ല. തന്നെയല്ല, ആ വിശ്വരൂപത്തിൻ്റെ അർത്ഥം കുറേയെങ്കിലും മനസ്സിലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ധ്യാനിക്കുമ്പോൾ എങ്ങനെ എന്തിന് ധ്യാനിക്കണമെന്ന് ചോദിച്ചാൽ, നിവൃത്തിയുണ്ടെങ്കിൽ നിർഗുണ ധ്യാനത്തിലേക്ക് തന്നെ പോവുക. മനസ്സ് കേന്ദ്രീകരിച്ച് നിൽക്കാനുള്ള അഭ്യാസം നമുക്ക് ഒരു സഗുണ ധ്യാനത്തിൽ നിന്ന് തുടങ്ങി നേടിയെടുക്കാൻ പറ്റും.
അത് നേരത്തെ പറഞ്ഞ നിരീക്ഷണ ധ്യാനവും നിരോധന ധ്യാനവും സഗുണധ്യാനവും ഒക്കെ കുറച്ച് ശീലിച്ചിട്ട് നമ്മൾ ഒരു ബേസിക് ട്രെയിനിങ്, അടിസ്ഥാന പരിശീലനം കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഈ നിർഗുണ ധ്യാനത്തിലേക്ക് കടക്കാം. നിർഗുണ ധ്യാനത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സുഖം അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കെയർ ഫ്രീ ആവുന്നത്, സ്വസ്ഥത നമുക്ക് കൈവരുന്നത്. കാരണം ധ്യാന വിഷയവും ധ്യാനിക്കുന്ന ഞാനും ഒന്നായിരിക്കെ നമുക്ക് സങ്കടങ്ങൾ വളരെ കുറവാണ് എന്നർത്ഥം. അങ്ങനെ സങ്കടങ്ങൾ കുറവാകുമ്പോൾ നമുക്ക് ധ്യാനത്തിന് കൂടുതൽ ഫലപ്രദമായ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. ധ്യാനത്തെക്കുറിച്ച് ഒട്ടും സംശയിക്കേണ്ട. ധ്യാനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന 3 പുസ്തകങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞുല്ലോ, പതഞ്ജലി സൂത്രം, ഒന്ന് യോഗവാസിഷ്ടം, ഒന്ന് ഭഗവത്ഗീത. ഈ 3 പുസ്തകങ്ങളിലും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, എന്താണ് സങ്കല്പിക്കേണ്ടത് എന്ന കാര്യമൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത് വായിക്കാൻ വലിയ ഭാഷാ പരിജ്ഞാനമോ വലിയ സാങ്കേതിക ജ്ഞാനമോ വലിയ തത്വചിന്താപരമായ അറിവോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നേര്. ഒരു പോപ്പുലർ സയൻസ് പുസ്തകം പോലെ ചോദ്യോത്തര രൂപത്തിലാണ് വേദവ്യാസ മഹർഷി ഭഗവത്ഗീത എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദ്യോത്തര രൂപം എന്ന് ചോദിച്ചാൽ, കുട്ടികളെ പഠിപ്പിക്കാൻ അതാണ് എളുപ്പം എന്നുള്ളതുകൊണ്ട്. കുട്ടികളുടെ മനസ്സിലുണ്ടാകാവുന്ന ചോദ്യങ്ങൾ നേരത്തെ കണ്ട് അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പോണത് എന്നർത്ഥം. അപ്പോൾ പിന്തുടരുന്ന ഒരു വിദ്യാർത്ഥിക്ക് വളരെ എളുപ്പമാണ്. നമുക്കിതിനിടയിൽ ഒരു ആൾ ആവശ്യമില്ല എന്നർത്ഥം. വഴി നടത്താൻ തത്വദർശനത്തിനുള്ള ഉപാധിയായിട്ട് ഗീതാ ദർശനം മതി. അതിന് പുറമെ വേറൊരാളുടെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ഈ വഴിയിലൂടെ ഒരാൾക്കും ഒരാളെയും കൈപിടിച്ച് നടത്താനും കഴിയില്ല. അതെന്താ അങ്ങനെ ചോദിച്ചാൽ, നല്ലൊരു ഗുരുനാഥന് നമ്മളെ കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ധ്യാനിക്കുന്ന ആളാണെങ്കിൽ ആ ധ്യാനിക്കുന്ന രീതിയും ധ്യാനിക്കുന്ന വിഷയവും ധ്യാനിച്ച് മുന്നേറുന്ന സമ്പ്രദായവും ഒക്കെ വേറെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് ഗീതയിൽ, അർജുന, നീ ഇപ്പോൾ ഈ കണ്ട ഈ ദർശനം നീ മാത്രം കാണുന്നതാണ് എന്ന്. കാരണം വേറൊരാൾക്ക് അങ്ങനെ ഒരു ദർശനം കിട്ടുകയാണെങ്കിൽ ആ ദർശനം വേറെ ഒന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഫലം ഒന്നായിരിക്കും, പക്ഷേ ദർശനവും പരിസ്ഥിതിയും ഒക്കെ വേറെ ആയിരിക്കും എന്നർത്ഥം. 100 ആളുണ്ടെങ്കിൽ 100 വഴി. എൻ്റെ വഴി എന്താണ് എന്ന് ഞാൻ തന്നെ നിശ്ചയിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന ബുദ്ധിമുട്ട്. എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന കാര്യത്തിന് വളരെ വിസ്താരത്തിൽ ചില മറുപടി പറയാമെന്നല്ലാണ്ട് ബ്രോഡ് റിപ്ലൈസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സഗുണം അല്ലെങ്കിൽ നിർഗുണം എന്നൊക്കെ പറയാം എന്നല്ലാതെ കൃത്യമായിട്ട് ഇന്നത് ആലോചിക്കൂ, ഇന്ന വഴിക്ക് മനസ്സിനെ കൊണ്ടുപോകൂ എന്നൊന്നും പറയാൻ ആർക്കും സാധ്യമല്ല. പുരോഹിതന്മാർക്കും സാധ്യമല്ല. പുരോഹിതന്മാരെ ഒട്ടും ആവശ്യമില്ല എന്ന ഗീത വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരെയും ആശ്രയിക്കാനില്ല, ആരെയും കൈപിടിക്കേണ്ടതില്ല, തനിച്ച് നടക്കാൻ പഠിക്കൂ എന്നാണ് ഗീത പറയുന്നത്. തനിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മളൊക്കെ മനുഷ്യരായി മനുഷ്യൻ്റെ ഭാവനയോടുകൂടി ബുദ്ധിയോടുകൂടി സ്വാസ്ഥ്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടുകൂടി ജനിച്ചവരാണ്. അത് ഉപയോഗിച്ചിട്ട് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ആനന്ദം എന്താണ് എന്ന് അല്പം ഒന്ന് നുണഞ്ഞു നോക്കാൻ വേണ്ടി ധ്യാനത്തിലേക്ക് പോവുക. സാങ്കേതികമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചോളൂ, അതൊക്കെ വഴിയെ വന്നോളും. സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് ഈ ഭൂമിയിൽ ആർക്കും ഒരല്പം മാനസികമായ സന്തോഷം സ്വാസ്ഥ്യം കൈവരിക്കാൻ കഴിയില്ല എന്ന കാര്യം നിശ്ചയം. കാരണം നമ്മളെപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ടാവും. കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അലക്ക് തീർന്ന് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ട് നമുക്ക് ഈ ധ്യാനം എന്ന മുറ ശീലിക്കാനൊക്കില്ല. അതുകൊണ്ട് ധ്യാനം എന്ന മുറ ശീലിക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇരിക്കെ തന്നെ ഭാണ്ഡക്കെട്ടൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ധ്യാനം എന്ന വിഷയത്തിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി
അർപ്പണ ബോധത്തോടു കൂടി കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആ വഴി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് പ്രായപരിധിയില്ല, ജാതി നിബന്ധനകളില്ല, ഒന്നും തന്നെയില്ല. ആർക്കും എപ്പോഴും എവിടെയും ചെയ്യാവുന്ന വിശിഷ്ടമായ ഒരു ചെയ്തിയാണ് അത്, കർമ്മമാണ് അത്. എല്ലാവർക്കും ധ്യാനിക്കാൻ കഴിയട്ടെ. ഫലപ്രാപ്തിയും ഉണ്ടാകട്ടെ.